അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടിയിട്ട് ഓരോ സമയത്തും നമുക്ക് ഓരോരോ ഉദ്ദേശങ്ങൾ ഉണ്ടാകില്ലേ, ഓരോ സമയത്തും നടക്കേണ്ടതായിട്ടുള്ള നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകില്ലേ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് ഒരു പ്രാവശ്യം തന്നെ ചൊല്ലിയാൽ ഉത്തരം ലഭിക്കുന്ന ഈ ഒരു അത്ഭുതമായിട്ടുള്ളൊരു ദിക്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ ഒരു ദിക്ർ നമ്മൾ ഒരു പ്രാവശ്യം ചൊല്ലിയിട്ട് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അല്ലാഹു തആല ആ ഒരു ഉദ്ദേശം സഫലീകരിച്ച് തരുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഇനി ആദ്യം തന്നെ ഞാൻ ഈ ദിക്റിൻ്റെ മഹത്വങ്ങളെക്കുറിച്ച് പറയാം. ചൊല്ലിക്കഴിഞ്ഞാൽ ഫലം ഉറപ്പുള്ള ഈ ഒരു അത്ഭുത ദിക്റിനെ കുറിച്ച് പറഞ്ഞാലും തീരില്ല. എങ്കിൽ ഞാനിവിടെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം. ഒന്നാമതെന്ന് പറയുന്നത്, ഈ ഒരു ദിക്ർ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ 99 രോഗങ്ങൾക്കും ശമനമാണ്. നമ്മുടെ ശരീരത്തിലുള്ള 99 രോഗങ്ങൾക്കും എന്താണ് ശമനമാണ്. നമുക്ക് എന്ത് രോഗം വരാനും ആ ഒരു വരാനിരിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു കണക്കാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് തട്ടി മാറ്റപ്പെടും. ഇനി അത് നമുക്ക് നിലവിലുണ്ടെന്നുണ്ടെങ്കിൽ അത് പോകും. ഇപ്പം നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ രോഗങ്ങളുണ്ടോ അതൊക്കെ മാറിക്കിട്ടും. ഇതാണ് ഒന്നാമത്തെ 99 രോഗങ്ങൾക്ക് ശമനം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഏറ്റവും ഉണ്ടാകുന്ന സംഭവമാണ് മനോവിഷമം എന്ന് പറയാം. മനോവിഷമവും അതുപോലെ തന്നെ അതിൻ്റെ കാരണമൊക്കെ ഒഴിവാക്കപ്പെടും. ഇനി വരാനിരിക്കുന്നത് തട്ടിമാറ്റപ്പെടും. ഇപ്പോൾ നിലവിലുള്ളത് അള്ളാഹു നമുക്ക് തീർത്ത് തരും. അതായത് എന്താണോ നമ്മുടെ പ്രശ്നം അത് അള്ളാഹു തീർത്ത് തരും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ മനോവിഷമം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കാരണം കൊണ്ടല്ലേ ഉണ്ടാവുക. ആ കാരണം അള്ളാഹു തട്ടിമാറ്റും. നമുക്ക് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നമുക്ക് വിഷമം ഉണ്ടാവാനിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടേകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ വരാനിരിക്കുന്നു എന്നുണ്ടെങ്കിൽ അതും തട്ടിമാറ്റപ്പെടും ഇൻഷാ അല്ലാഹ്. അതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, 70 പ്രശ്നങ്ങളുടെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുന്നതാണ്. അതായത് നമുക്ക് വരാനിരിക്കുന്ന 70 പ്രശ്നങ്ങളുടെ കവാടങ്ങളൊക്കെ കൊട്ടിയടക്കപ്പെടും. വരാനിരിക്കുന്ന 70 പ്രശ്നങ്ങളുടെ കവാടങ്ങൾ മാത്രമല്ല, നമ്മുടെ ഈ ലോകത്ത് തന്നെയുള്ള നമ്മളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ എല്ലാ കവാടങ്ങളും കൊട്ടിയടക്കപ്പെടുന്ന പറയാൻ ഏത് പ്രശ്നങ്ങളും പിന്നെ നമ്മളെ ബാധിക്കില്ല, നമുക്ക് വരില്ല, അതൊക്കെ തട്ടിമാറ്റപ്പെടും. ഇനി അടുത്തൊരു കാര്യമാണ്, നമുക്ക് ദാരിദ്ര്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടേകുന്ന, ആരും ഇഷ്ടപ്പെടാത്തൊരു പ്രശ്നമാണല്ലേ ദാരിദ്ര്യം എന്ന് പറയുന്നത്. ഈ ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ ചില ആളുകളെങ്കിലും വിചാരിക്കും പൈസൻ്റെ കാര്യം മാത്രമാണ് ദാരിദ്ര്യം, നമുക്ക് പൈസ ഇല്ലാതെ ഇരിക്കുന്ന അവസ്ഥ മാത്രമാണ് ദാരിദ്ര്യം. ഒരിക്കലുമല്ല, പൈസ ഇല്ലാതിരിക്കുന്നത് മാത്രമല്ല ദാരിദ്ര്യം. നമ്മൾ മക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അനുസരണക്കേടുള്ള മക്കൾ, ഇതൊക്കെ ദാരിദ്ര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇഷ്ടപ്പെടില്ല അല്ലെങ്കിൽ വേണ്ട എന്നാഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ദാരിദ്ര്യത്തിൽ ഉൾപ്പെടും. അല്ലാതെ പൈസ ഇല്ല, പട്ടിണിയാണ്, ഇത് മാത്രമല്ല ദാരിദ്ര്യം. ഈ ഒരു ദിക്ർ നമ്മൾ ചൊല്ലിക്കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഒരിക്കലും ദാരിദ്ര്യവും അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും വരില്ല, പട്ടിണി കിടക്കേണ്ടി വരില്ല. നമുക്ക് എല്ലാ പ്രശ്നത്തിനും നമുക്ക് എന്തൊരാവശ്യം വരുമ്പോൾ അല്ലാഹു തആല നമുക്ക് ഏതെങ്കിലും ഒരു വഴിയിൽ നമുക്ക് ആ ഒരു പൈസ എത്തിച്ചു തരും. അല്ലെങ്കിൽ എന്ത് രീതിയിലാണോ നമുക്ക് ആവശ്യമുള്ളത് അതൊക്കെ അല്ലാഹു എത്തിച്ചു തരും. എല്ലാ ദാരിദ്ര്യങ്ങളെയും അല്ലാഹു നീക്കും. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്കെല്ലാവരും ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് അല്ലാഹു നിലവിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ടല്ലേ. ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന നമ്മുടെ ഈ വായ, അതുപോലെ തന്നെ നമുക്ക് എണ്ണിയാലൊടുങ്ങാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ, കണ്ണായിക്കോട്ടെ മൂക്കായിക്കോട്ടെ, ഇല്ലാത്തവർക്ക് ഇതിൻ്റെ വില അറിയുള്ളൂ. കണ്ണില്ലാതിരിക്കുമ്പോഴേ കണ്ണിൻ്റെ വില അറിയുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ലേ. നമുക്കിതൊന്നും ഇല്ലാതിരിക്കുമ്പോഴേ നമുക്കിതിൻ്റെ വില അറിയുള്ളൂ. നമ്മൾ എണ്ണിയാലൊടുങ്ങാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു തആല നമുക്ക് തന്നിട്ടുണ്ട്. ഉമ്മ തന്നിട്ടുണ്ട്, ഉപ്പ തന്നിട്ടുണ്ട്, സഹോദരന്മാരെ തന്നിട്ടുണ്ട്, ഇങ്ങനെ എല്ലാവരെയും തന്നിട്ടുണ്ട്. ഇതൊക്കെ അനുഗ്രഹങ്ങളാണ്. ഈ അനുഗ്രഹങ്ങളൊക്കെ ഇല്ലാതിരിക്കുമ്പോൾ അതിൻ്റെ വില നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ അനുഗ്രഹങ്ങളൊക്കെ നിലനിൽക്കണം എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണല്ലേ. നമ്മുടെ ഉമ്മയും ഉപ്പയും സഹോദരങ്ങളൊക്കെ നമ്മുടെ കൂടെ എപ്പോഴും വേണം എന്നുള്ളത് നമ്മുടെ ആഗ്രഹമാണല്ലേ. അപ്പോൾ നമുക്ക് നിലവിലുള്ള അല്ലാഹു തആല നൽകിയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ, നമ്മുടെ വൈകല്യങ്ങളൊന്നുമില്ലാതെ നല്ല രീതിയിൽ അല്ലാഹു തആല സൃഷ്ടിച്ചു ഇൻഷാ അല്ലാഹ്. ഇതെല്ലാം നമുക്ക് അല്ലാഹു തആല തന്നിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങളൊന്നും ഒരിക്കലും തട്ടിപ്പോവാതിരിക്കാൻ, നമുക്ക് എപ്പോഴാണ് അതൊന്നും നീങ്ങിപ്പോവുക മാഞ്ഞു പോവുക എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് എപ്പോഴാണ് അത് കിട്ടുക എപ്പോഴാണ് പോവുക ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഏറ്റവും ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു ഇതാണ് മനുഷ്യനെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നിലവിലുള്ള അനുഗ്രഹങ്ങളൊന്നും മാഞ്ഞു പോവാതിരിക്കാൻ, തട്ടിമാറ്റപ്പെടാതിരിക്കാൻ ഈ ഒരു ദിക്ർ വളരെയധികം സഹായകമാണ്. സ്വർഗത്തിലെ നിധിയായിട്ടുള്ള ഈ ഒരു ദിക്ർ ഭാഗ്യമുള്ളവർക്ക് മാത്രമേ ചൊല്ലാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം, ഞാൻ തന്നെയാണ് ആ ഭാഗ്യവാനെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ദിക്ർ മാക്സിമം പതിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാഹ്. ഇനി അടുത്തൊരു മഹത്വമാണ്, മലക്കുകൾ ആകാശത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരില്ലേ. ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് തിരിച്ചവർക്ക് പോകാനുള്ള സമയമാകുമ്പോൾ അവർ പോകുന്ന സമയത്ത് ഈ ഒരു ദിക്ർ ചൊല്ലാതെ ഉയരാറില്ല എന്നാണ് പറയുന്നത്. അവർ ആകാശത്തേക്ക് ഈ ഒരു ദിക്ർ ചൊല്ലാതെ പോകൂല. ഇനി അതുപോലെ തന്നെ
നമ്മളെ ജീവിതത്തിൽ നമ്മളറിയാതെ സംഭവിച്ചു പോയ അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ സംഭവിച്ചു പോയ കടലിലെ നുരകളോളം ചെറു പാപങ്ങൾ അല്ലാഹു തആല ഈ ഒരു ദിക്റിൻ്റെ മഹത്വം കൊണ്ട്, ഈ ദിക്ർ നമ്മൾ ചൊല്ലിയതിൻ്റെ മഹത്വം കൊണ്ട്, പുണ്യം കൊണ്ട് അല്ലാഹു തആല പുറത്തു തരും ഇൻഷാ അല്ലാഹ്. അടുത്തതാണ്, ഇത് ചൊല്ലുന്നവർക്ക് മരണസമയത്ത് സന്തോഷം ലഭിക്കും. മരണസമയം സന്തോഷമുള്ളതായി തീരും, അതായത് നല്ല മരണം ഉണ്ടാകും എന്നർത്ഥം. അപ്പം അത്രയും മഹത്വങ്ങളുള്ള അത്ഭുതമായ ഒരു ദിക്ർ എല്ലാവരും പതിവാക്കണം. അപ്പോൾ ദിക്ർ ഇതാണ്: ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അലീം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അലീം. അപ്പോൾ ഈ ഒരു ദിക്ർ നമ്മൾ 313 തവണ ചൊല്ലി തീർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ച എന്തൊരു കാര്യമായിക്കോട്ടെ എല്ലാം അല്ലാഹു തആല അത് സഫലീകരിച്ച് തരുന്നതാണ്. എന്താണോ നമ്മൾ ഈ ഒരു ദിക്ർ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് കേണ് പ്രാർത്ഥിച്ചത്, എന്താണോ നമ്മൾ അള്ളാഹുവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചത്, ആ ഒരു ഉദ്ദേശം അല്ലാഹു തആല ഈ ഒരു ദിക്ർ വഴി സഫലീകരിച്ച് തരുന്നതാണ്. 313 പ്രാവശ്യമാണ് ചൊല്ലേണ്ടത്. ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷയോടെ വേണം ചൊല്ലാനായിട്ട്, ദൃഢവിശ്വാസത്തോടെ. പോയാൽ പോയി എന്ന് പറഞ്ഞ് ചൊല്ലരുതൊരിക്കലും, വിശ്വാസത്തോടെ ചൊല്ലുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.